നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന പാർട്ട്ണറിനെ കുറിച്ച് ഓരോരോ സങ്കല്പങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ ഇന്നത്തെ യുവത്വത്തിന് അവരുടെ പാർട്ട്ണറിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ആൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ? പ്രണയിക്കാൻ പോണ ആൾക്ക് വേണ്ട അങ്ങനൊന്നുമില്ല, എന്നെ ഇഷ്ടമുണ്ടായിരുന്നാ മതി. വേറെ വേറെ നല്ല ക്യാരക്ടർ ആയിരിക്കണം. പിന്നെന്താ നല്ല കെയറിങ്, ലവിങ്, ട്രസ്റ്റബിൾ ഒക്കെ അങ്ങനെയൊക്കെ. ഇല്ല, ഇതുവരെ ഇല്ല. ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് അതിവിടെ ചോദിച്ചാൽ മതി. എൻ്റെന്ന് വെച്ചാൽ ഹോണസ്റ്റ് ആയിരിക്കണം. പിന്നെ ബെസ്റ്റ് പാടില്ല. പിന്നെ ഇപ്പം എന്താ, വീട്ടുകാരെ നോക്കണം, എല്ലാവരും കമ്പനി ആയിട്ടിരിക്കണം, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയും, കാര്യമായിട്ട് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും വേണ്ട, ആള് ലോയലായിട്ട് നിന്നാൽ മതി, അത്രേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് വേണ്ട ഒരു ക്വാളിറ്റി അതെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്തൊക്കെയാ ഉള്ളത് പറ. പുള്ളിക്കാരി എന്താ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല കെയറിങ് ആണ്, വിളിക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നല്ല ലവിങ് ആണ്. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ആൾക്ക് വേണ്ട ക്വാളിറ്റി? നല്ല സ്വഭാവമായിരിക്കണം, അത്യാവശ്യം ഏകദേശം കാണാൻ കൊള്ളാന്ന്. എനിക്ക് അങ്ങനൊന്നുമില്ല. അറിയത്തില്ല ക്വാളിറ്റീസ് എന്താ, എനിക്കങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാണോ, ഇപ്പോഴത്തെ ചുമ്മാ ഡേറ്റ് ആണ്, അല്ലാതെ ഇതൊന്നുമില്ല. ക്വാളിറ്റി ഒന്നുമില്ല അങ്ങനെ, എനിക്കില്ല, അവർക്കുണ്ടാവും. ആക്ച്വലി ഐ ഡോണ്ട് നോ മലയാളം. ഇല്ല, സങ്കല്പങ്ങളൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അല്ല, കല്യാണമേ ചെയ്യുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരാളായിരിക്കണം. ചതിക്കാതെ നമ്മുടെ സങ്കല്പത്തിലെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടാവണമല്ലോ. താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല. നല്ല ആളായിരിക്കണം. പിന്നെന്താ, സങ്കല്പം കുറെ ഉണ്ട്, ഇപ്പൊ എന്താ പറയാ, വരുന്നില്ല അങ്ങനെ പറയുമ്പോ പെട്ടെന്ന്. ബോയ്സ് ഫ്രണ്ട്സ് ഉള്ള ആളാണെങ്കിലോ, ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓക്കെ ആണോ, അലൗഡ് ആണോ? ഇഷ്ടപ്പെടുന്ന ആൾക്ക് സങ്കല്പത്തിലെ ആൾക്ക് വേണ്ട ക്വാളിറ്റീസ്, പ്രണയിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ട ക്വാളിറ്റി രണ്ടെണ്ണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോയലായിരിക്കണം, ലോയലായാൽ മതി. ക്വാളിറ്റീസ് നല്ല ക്യാരക്ടർ ആയിരിക്കണം, വേറെ ഒന്നും പ്രതീക്ഷിക്കില്ല, നല്ല ക്യാരക്ടർ മതി. ഒന്നാമത് നമ്മളെയും നമ്മുടെ ഫാമിലി മീൻസ് ഇപ്പോൾ ബേബീസ് ഉണ്ടാവണേ അവരെയും നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കണം. അതുകൂടാതെ അവരെ നല്ലോണം സ്നേഹിച്ച് നല്ലോണം നോക്കാൻ പറ്റണം. അതെ. താല്പര്യം എന്ത് പറയും, ഇവനറിയാം, ഇവന് ചിക്കുണ്ട്. എനിക്ക് ചിക്കില്ലേ? ലോയലായിരിക്കണം, അതാണ് മെയിൻ, അത് മാത്രമേ ഉള്ളൂ. പെണ്ണായാൽ മതി, വേറെ ഒന്നുമില്ല. പോകണം നിർബന്ധമില്ല, ഒന്നുമില്ല. അവരുടെ ഇഷ്ടമാണ്, ജോലിക്ക് പോകുന്നത് പോകാത്തത്. ലൈഫ് ടൈം നമ്മുടെ ഒപ്പം ഉണ്ടാവണം. പ്രണയത്തിലാണ്, ആഗ്രഹിച്ച പോലൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഒരു ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രം പറയാനാന്നുണ്ടെങ്കിൽ സിൻസിയർ ആവുക, എനിക്കത് മാത്രം മതി. നല്ല മനസ്സായിരിക്കണം, പിന്നെ മറ്റേ ആളെ നല്ലോണം നോക്കാൻ പറ്റണം, എതിരെ പാർട്ട്ണറെ നല്ലോണം നോക്കാൻ പറ്റണം. പിന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഉള്ള ഇത് വേണം. അതൊക്കെ തന്നെ. നല്ലൊരു ക്യാരക്ടറായാൽ മതി, വേറെ ഒന്നും വേണ്ട. ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. ക്വാളിറ്റി എന്താ, അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താണ്,
ഇച്ചിരി മൈക്കൊന്ന് മാറ്റി പിടിക്കും. അവൈലബിൾ ആയിരിക്കണം, പിന്നെന്താ പറയണ്ടേ, നമുക്ക് അഫെക്ഷനേറ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. എനിക്കങ്ങനെ ഇത്തിരി കാശുണ്ടാവണം, പിന്നെ ഇത്തിരി ഭംഗി കാണാനുള്ള പിന്നെ ഒന്നുമില്ല, നല്ല മനസ്സ്. അതൊക്കെ തന്നെ പറഞ്ഞ തന്നെ. പിന്നെന്താ, നല്ല സ്വഭാവമായിരിക്കണം, കാശ് വേണം, ജോലി വേണം. എന്നാന്ന് അല്ല, ഞാനും നോക്കാണ് അതൊക്കെ തന്നെ. പ്രണയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ട 2 ക്വാളിറ്റി, ഒരു സങ്കല്പം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.